ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ പിടിയും ചിക്കൻ കറിയാണേ. സാധാരണ നമ്മളെല്ലാവരും നാട്ടിൽ അവലോസ് പൊടി കൊണ്ടാണ് പിടി ഉണ്ടാക്കുന്നത്. അത് കുറച്ചൊരു പണിയാണ് കേട്ടോ. അത് വറുത്തെടുക്കണം, പിന്നെ അത് കുഴച്ചെടുക്കാനൊക്കെ ഒരുപാട് എഫേർട്ട് വേണം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പുട്ടുപൊടി കൊണ്ട് പിടി ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ പുട്ടുപൊടി ചെറുതായിട്ടൊന്ന് കുറച്ച് തേങ്ങയിട്ട് ചൂടാക്കി എടുത്തു. ഇനി അത് കുഴക്കാനുള്ള വെള്ളമാണ് ഞാൻ തിളപ്പിക്കുന്നത്. വെള്ളത്തിന് എന്തൊക്കെ ഇടണമെന്നുള്ള സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, അത് നോക്കി ചെയ്യാം. ഇനി ഈ പുട്ടുപൊടി ചൂടാക്കി എടുത്തേക്കുന്നത് നമുക്ക് വെള്ളം ഉപയോഗിച്ചൊന്ന് കുഴയ്ക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ ഒരു പരുവത്തിൽ ഉരുട്ടിയെടുക്കാനുള്ള പരുവത്തിൽ നമ്മൾ കുഴച്ച് സെറ്റാക്കണം. വളരെ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം എന്നാൽ പൊടി വെയിറ്റ് ചെയ്യണം കേട്ടോ, തണുക്കുന്നവരെ. എന്നിട്ട് അതൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. നന്നായിട്ട് ഉരുണ്ട് വന്നോളൂ. ഇത് ഇതേപോലെ തന്നെ അത് ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അത് വേവിച്ചെടുക്കാൻ പോകുന്നത്. വീണ്ടും വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളത്തിൽ ചതച്ച് വെളുത്തുള്ളിയും ജീരകവും ഉപ്പിടുക. തിളച്ച വെള്ളത്തിലേക്ക് ഈ പിടിയുണ്ടകൾ ഇടുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ പിടി ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി നേരത്തെ മാറ്റി വെച്ചതും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിടി ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പിടിയുടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ചിക്കൻ കറിയാണ്. അപ്പോൾ പിടിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി വറുത്ത ചിക്കൻ കറിയുണ്ട്, തേങ്ങാപ്പാൽ പിഴിഞ്ഞതുണ്ട്. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ ചിക്കൻ കറിയാണ് നോക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന ചിക്കൻ വളരെ സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടൊന്ന് വറുത്തെടുത്തു. എന്നിട്ട് ആ ചിക്കൻ മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിൽ ഇട്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന സാധനങ്ങളെല്ലാം ഇട്ട് മസാല തയ്യാറാക്കുന്നുണ്ട്. സവാള, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞപ്പം അതിലേക്ക് നമ്മൾ പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ഗരം മസാല ഇട്ടു. അതൊന്ന് വഴറ്റി ഒരു എണ്ണ തെളിഞ്ഞ് വന്നപ്പോൾ ഞാൻ അതിലിട്ട് നമ്മുടെ വറുത്ത് വെച്ച് ചിക്കൻ കഷ്ണം ഇട്ടു. പിന്നെ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു. തേങ്ങാപ്പാലിൽ കിടന്ന് ചിക്കൻ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിടിയും ചിക്കൻ കറിയും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് പുട്ടുപൊടിയും കൊണ്ട് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ബൈ.